അമീബിക് മസ്തിഷ്ക ജ്വര മരണത്തിന് പിന്നാലെ കോഴിക്കോട് പുതിയങ്ങാടിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. അതേസമയം 72-കാരനായ സച്ചിദാനന്ദന്റെ മരണത്തിനിടയാക്കിയ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സച്ചിദാനന്ദന്റെ വീട് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കിണറുകളാണ് സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തത്. തീരമേഖലയോട് ചേർന്ന മേഖലയായ പുതിയങ്ങാടിയിൽ പൊതുസ്ഥലത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നത് നാട്ടുകാർക്കിടയിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. 5 മാസം മുൻപും പ്രദേശത്തെ ജലാശയങ്ങൾ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തിരുന്നു. അതാണ് അവരെ ബോധവൽക്കരിച്ചിട്ട് നമ്മൾ എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ക്ലോറിനേഷൻ ചെയ്യാൻ വരുന്ന സമയത്ത് അവർ മീനുണ്ട് ചെയ്യേണ്ടതൊക്കെ ആൾക്കാർ പറയുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നേരിടാറുണ്ട്. അപ്പോൾ അങ്ങനെ അവനെ മീനിനെ എടുത്തതിന് ശേഷം മാറ്റിയതിന് ശേഷം ക്ലോറിനേഷൻ ചെയ്യുന്നൊരു രീതിയും ചെയ്യുന്നുണ്ട്. ഒരാഴ്ച മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സച്ചിദാനന്ദൻ ഇന്നലെയാണ് മരിച്ചത്. രോഗ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ വകുപ്പ്. ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് 2 പേരാണ് മരിച്ചത്. കഴിഞ്ഞ വർഷം 201 പേർക്ക് രോഗം ബാധിക്കുകയും 47 പേർ മരിക്കുകയും ചെയ്തിരുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.